അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഹറമീങ്ങളിലെ അടുത്ത ആള് കഅബ് ബിൻ സുഹൈർ. ഹിജ്റ 24 കഅബ് മരണപ്പെടുന്നത്. കഅബിൻ്റെ മുഴുവൻ പേര് അബൂ ഉഖബ കഅബ് ബിൻ സുഹൈർ അൽ മുസ്നി. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധനായ സുഹൈർ ബിൻ അബി സുലമ എന്ന് പറയുന്ന ജാഹിലിയ കവിയുടെ മകനാണ് കഅബ് ബിൻ സുഹൈർ. തൻ്റെ വാപ്പയായ സുഹൈറും സഹോദരനായ ബുജൈറും മകനായ ഉഖബയും പേരമകനായ അൽ അവ്വാം, ഇത്രയും ആളുകൾ എല്ലാവരും ശുഅറാക്കളാണ്, കവികളാണ്. അദ്ദേഹം ജീവിച്ചത് ഓത്ത്ഫാനിലാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, വളരെ ഷോർട്ടാക്കി മാത്രമാണ് ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, സമയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് വോയിസ് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ ആഷിഖത്താണ് സുആദ്. ഉമ്മൻ്റെ പേര് കബിഷ ബിൻത് അമ്മാർ. നമ്മുടെ സുഹൈർ ബിൻ അബി സുലമക്ക് ആദ്യം ലൈല എന്ന് പറയുന്ന ഭാര്യ ഉണ്ടായിരുന്നു, അതാണ് അവരുടെ ആഷിഖത്ത്. എന്നിട്ട് അതിനുശേഷം സുഹൈർ കല്യാണം കഴിച്ചതാണ് കബിഷ എന്ന് പറയുന്ന സ്ത്രീ. ആ കബിഷയിലാണ് കഅബ് ഉണ്ടായത്. കഅബും ബുജൈറും കബിഷയിലാണ് ഉണ്ടായിട്ടുള്ളത്. കഅബ് ബിൻ സുഹൈർ അറിയപ്പെടുന്ന ഒരു പേരാണ്, ലഖബായിട്ടൊന്നും കാണലും ചോദിച്ചിട്ടൊന്നുമില്ല. നായിബ് സ്വാദിഖ് എന്നുള്ളത് അദ്ദേഹം അറിയപ്പെട്ട ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബു മുളറബ്, അതേപോലെ അബു ഉഖബ. ഉഖബ എന്നുള്ളത് മകൻ്റെ പേരാണ്, അതിലേക്ക് ചേർത്തിട്ടുള്ള കുനിയത്താണ്. അദ്ദേഹം റസൂലിനെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ജയിലിലടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരുപാട് വലിയ സംഭവമായതുകൊണ്ട് തന്നെ ഞാനത് ഷോർട്ടാക്കി ജസ്റ്റ് എഴുതി വെച്ചതാണ്. വോയിസ് ശരിക്ക് കേൾക്കുക. തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ സഹോദരനായ ബുജൈറാണ് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്. ബുജൈർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കഅബ് ഒരുപാട് ദേഷ്യപ്പെടുകയും ബുജൈറിനോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ആ ദേഷ്യത്തിൽ അദ്ദേഹം റസൂലിനെ ഹജ്ജ് ചെയ്തുകൊണ്ട് അവിടുന്ന് പാടുന്നുണ്ട്. കഅബ് ഇസ്ലാം ബുജൈർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കഅബ് പാടുന്നതാണ് അലാ അബ്ലഗ അന്നി ബുജൈറൻ റിസാലത ഫഹല്ലക ഫീമാ ഫഖുൽതു വൈഹക ഹല്ലക എന്നൊക്കെ പറയുന്ന വരികളുണ്ട്. ഞാൻ അവസാനം ആ വരികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബുജൈറാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ ഈ കഅബ് റസൂലിനെ ഹജ്ജ് ചെയ്ത് പാടും. അങ്ങനെ റസൂലിൻ്റെ അടുത്ത് അതെത്തും. ഫഅഹ്ദറ ദമ്മുഹു, അങ്ങനെ പിടിച്ചുകൊണ്ടാൻ വേണ്ടി ഓർഡർ ഇടും. കാരണം റസൂൽ ഭരണാധികാരിയെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹജ്ജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റസൂലിനെ കഅബിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറയും. അവസാനം കഅബിന് മനസ്സ് നന്നാവുകയും ബുജൈർ കഅബിന് ഒരുപാട് ഉപദേശിക്കും. അങ്ങനെ മനസ്സ് നന്നാവുകയും റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന് കഅബിന് തോന്നുകയും ചെയ്യും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പമാണ് തോന്നുന്നു കഅബ് റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഫഅഅലന ഇസ്ലാമുഹു, തൻ്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു റസൂലിന് മുമ്പിൽ. റസൂലിന് ഒരുപാട് സന്തോഷമായി. തൻ്റെ റസൂലിൻ്റെ ബുർദ ഊരിയിട്ട് കഅബിന് സമ്മാനമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബുർദ നൽകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ ബുർദനെ കുറിച്ച് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മുആവിയക്ക് ആ ഒരു ബുർദ വിൽക്കുന്നുണ്ട് 40,000 ദിർഹത്തിന്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ തൻ്റെ ബുർദ സമ്മാനമായിട്ട് നൽകുകയും അവിടെ നിന്ന് ഒരു ഖസീദ അദ്ദേഹം റസൂലിനെ മദ്ഹ് ചെയ്ത് പാടുന്നുണ്ട്. ആ ഒരു ഖസീദ അറിയപ്പെടുന്നത് ഖസീദത്തു ബുർദ എന്ന് അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ബാനത്ത് സ്വാദ്, മത്തുലായിലേക്ക് ചേർത്തുകൊണ്ട് ബാനത്ത് സ്വാദ് എന്ന പേരിലും ഖസീദത്തു ബുർദ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അത് ആ ഖസീദ ലാമിയാണ്, കാഫിയ ലാമിയാണ്. ബസീത്ത് ബഹറിലാണ് അത് എഴുതിയിട്ടുള്ളത്. 58 ബൈത്തുകളാണുള്ളത്. ഖസീദത്തു ബുർദ എന്നും അറിയപ്പെടുന്നുണ്ട് ആ ഒരു ഖസീദ. അപ്പോൾ നമ്മൾ ബുർദ എന്നുള്ളത് ഇമാം ബൂസൂരിൻ്റെ വേറൊരു ഖസീദ ഉണ്ട്, അപ്പോൾ അത് മാറിപ്പോകരുത്, നോട്ട് ചെയ്യണം. ഇനി കുറച്ച് വരികൾ, പ്രധാനപ്പെട്ട കുറച്ച് വരികൾ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് മാത്രം പറയുന്നുള്ളൂ. ആ ഒരു ഖസീദൻ്റെ മത്തുല ആണ് ബാനത്ത് സുആദ് ഫഖൽബി അൽയൗമു മത്തുബൂൽ എന്ന് പറയുന്നുള്ള ആ വരി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്തായാലും പഠിക്കണം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ, സ്റ്റാർട്ടിങ് 2 വരി പഠിക്കണം. ഞാൻ അതിൻ്റെ തുടക്കം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ റസൂലിനെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള വളരെ ഫേമസ് ആയ വരിയാണ് ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി എന്നുള്ളത്. ആ വരി അതിൻ്റെ 2ാമത്തെ വരിയും പഠിക്കണം കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്ന് എഴുതിയിട്ട്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ വരിയും കൂടെ ബൈത്ത് പഠിക്കുമ്പോൾ രണ്ടും പഠിക്കുക കേട്ടോ. അതേപോലെ ഫി ഫിത്തിയത്തി മിൻ ഖുറൈഷിൻ ഖാല ഖായിലിഹിം എന്ന് പറയുന്ന വരി, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ വരികൾ മാത്രമാണ്. നെറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്, അധികം PSC ഒന്നും കണ്ടിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയ 1 മത്തുലാ, 2 ഇന്നർ റസൂല, 3 ഫി ഫിത്തിയത്തി, 4 സാലു എന്നുള്ള ബാനത്തു സുആദിലെ ഈ 4 വരികൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ബുജൈർ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ദേഷ്യം കൊണ്ട് റസൂലിനെ ഹജ ചെയ്ത് അദ്ദേഹം പാടിയ ആ വരികളാണ് അല അബ്ല അന്നി ബുജൈറൻ സാലത്ത് എന്ന് പറയുന്ന വരികൾ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്യുക. അത് ബാനത്ത് സ്വാദിൽ പെട്ട വരിയല്ല, അത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ആ വരികളാണ്. അപ്പോൾ അതിവിടെ കോട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ ബാനത്ത് സ്വാദിലെ ഒരു ഫേമസ് ആയ വരി കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഖലാ ഖദറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വരി, അതിൻ്റെ 2ാമത്തെ വരി നോക്കൂ. ഫകുല്ലുമാ ഖദ്ദറ റഹ്മാനു മഫ്ഊൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല അർത്ഥവത്തായ വരികളാണ്. അപ്പോൾ അതുകൊണ്ട് ബാനത്ത് സ്വാദിൽ ഒരു 3-4 വരികൾ ഞാൻ കോട്ട് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ വരികൾ കൊടുത്തിട്ട് ഇതിൻ്റെ ബഹ്റ ഏത് അങ്ങനെയും ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോട്ട് ചെയ്താണ്. PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നോക്കിയാൽ മതി. ഏതായാലും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ചുരുക്കിയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ്, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം. അപ്പോൾ അത് മുഴുവനും വൃത്തിയായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഡൗട്ടുകളുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇതിൽ തെറ്റുണ്ടെങ്കിലും ഒക്കെ കാണിച്ചു തരണം.